ഓർക്കാപ്പിളി എന്നാണ് പറയാം. കുറ്റിക്കുരുമുളകാണേ. നല്ല തൊണ്ടമുളക് കഴിച്ചിട്ടുണ്ട്. പുളിഞ്ചി വെട്ടാൻ ഇഷ്ടം ഉണ്ടായിരുന്നില്ല, കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാ എൻ്റെ വീടിൻ്റെ ഔട്ടിൽ നിന്നുള്ളൊരു വ്യൂ കാണിക്കാമെന്നും എൻ്റെ ചെടികളെല്ലാം എവിടേക്കാണ് നിൽക്കണമെന്നൊന്നും കറക്റ്റ് കാണിക്കാമെന്നും പറഞ്ഞിട്ട് കുറേ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ഔട്ടർ വ്യൂ. ഈ കാണുന്നതാണ് എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മാവ്. തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ഓറഞ്ചും സപ്പോർട്ടയും. ഇതെല്ലാം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും കാണാത്ത കുറേ ഉണ്ട്. പോർച്ചിൻ്റെ വലത്തെ സൈഡിലൊരു ഊഞ്ഞാലും ഒരു മാവുമാണ് കേട്ടോ. ഇതാണത്. വളരെ കുറച്ച് സ്ഥലമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. കൃഷി ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് സ്ഥലം ഒന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. നമ്മുടെ ഓറഞ്ച് മരമാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. ഇതിപ്പോൾ എല്ലാം പച്ചയായിട്ട് നിൽക്കുന്നത്. ഇവിടെ മുമ്പ് താമരക്കുളമായിരുന്നു, അതെല്ലാം മാറ്റിയിട്ടാണ് ഞാനിവിടെ കൃഷി ചെയ്യണത്. അപ്പോൾ ഇതാണ് നമ്മുടെ സപ്പോട്ട. ഓറഞ്ച് മരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. കൃഷിനോടുള്ള ആഗ്രഹം കൊണ്ട് മുമ്പ് ഇവിടെ ഒരു സെക്കൻഡ് പോർച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അത് പൊളിച്ച് മാറ്റിയിട്ടാണ് ഞാൻ ഇത്രയും ഏരിയ കെട്ടിയെടുത്തത്. ഈ മുറ്റത്തൊക്കെ ഞാൻ ഗ്രോ ബാഗ് വെക്കാൻ കാരണം ഇവിടെയാണ് വേസ്റ്റ് വാട്ടറിൻ്റെ ടാങ്ക് ഉള്ളത്. ഇതാണ് പിന്നെ നമ്മുടെ ഗ്രോ ബാഗിലെ ചക്ക. ഞാൻ പിന്നെ ഇവിടെ എല്ലാ ടൈപ്പ് മുളകുകളും വെച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാം കായ്ച്ച് വരുന്നേ ഉള്ളൂ. ഇത് മാത്രമേ ഇപ്പോൾ കായ്ച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം കുഞ്ഞിങ്ങനെ കായ്ച്ച് വരുന്നേ ഉള്ളൂ. ഇത് തിരുവനന്തപുരത്തൊക്കെ തൊണ്ടമുളക് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയാം? ഇതൊരു ടൈപ്പ് വെള്ളമുളകാണ്. അതിപ്പോൾ കായ്ച്ച് കഴിഞ്ഞതാണ്, അതാണ് പഴുത്ത് നിൽക്കുന്നതൊക്കെ. പിന്നെ ഇവിടെ പച്ചമുളകും എല്ലാം വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞതൊക്കെ വാങ്ങിയപ്പോൾ എന്തായിരുന്നു പേരെന്ന് ഓർമ്മയുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ത് പച്ചമുളകാണോ അത് എന്താണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ കാന്താരിയാണ്. പക്ഷേ കായ്ച്ച് തുടങ്ങണേ ഉള്ളൂ. നന്നായിട്ട് കായ്ച്ചിട്ട് ഞാൻ നല്ലൊരു വീഡിയോ ചെയ്യാമേ. നാട്ടിലിഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നതുകൊണ്ട് ട്രിവാൻഡ്രത്ത് വന്ന് സെറ്റിലായതപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് സ്ഥലത്ത് കൃഷിയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷേ ഞാൻ ഉള്ള സ്ഥലം ഞാൻ യൂസ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 വഴുതനങ്ങ നട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്നും കായ്ച്ചിട്ടില്ല. ഇതെൻ്റെ വീട്ടിലുണ്ടായിരുന്ന പുളിഞ്ചിക്കയാണ് കേട്ടോ. ഫുൾ ടൈം നല്ല കായ്ച്ചുകൊണ്ടിരുന്നിട്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം നമ്മൾ കാണാൻ നല്ല ഭംഗിയാണെങ്കിലും നമുക്കത് പഴുത്തിട്ട് ഇങ്ങനെ മുറ്റത്തൊക്കെ വീണുകൊണ്ടിരിക്കും. നമ്മൾ പുളിഞ്ചിക്ക ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ പിന്നീടൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് മുറിക്കാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ വീട്ടിൽ സഹായത്തിന് വരുന്ന കുട്ടി പറഞ്ഞു ഞാൻ മുറിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റണേ ഉണ്ടായിരുന്നില്ല. നിറച്ചിങ്ങനെ കൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം. നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയ സാധനങ്ങൾ മുറിച്ച് കളയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമാണ്. പക്ഷേ മുറിച്ച് കളഞ്ഞിട്ടപ്പോൾ അത് പിന്നെയും തളർത്ത് വന്നിട്ടുണ്ട്. അവിടെ ഈ അബിയു നടാൻ വേണ്ടിയിട്ടാണ് ഞാനത് മുറിച്ചത്. കാരണം നമുക്ക് യൂസുള്ള മരങ്ങൾ വെച്ചിട്ടല്ലേ കാര്യമുള്ളൂ. പിന്നെ ഈ സൈഡിൽ നമ്മൾ ഈ ഗ്രോ ബാഗിലെ ചക്കയുടെ അടുത്തായിട്ട് ഞാനിപ്പോൾ പുതിയതായിട്ടൊരു പേര നട്ടിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു കറിവേപ്പ് നട്ടിട്ടുണ്ട്. എൻ്റെ അടുക്കള ഭാഗത്ത് വലിയൊരു കറിവേപ്പ് മരം ഉണ്ടായിരുന്നു. അത് ഞാൻ ഉയർന്നു പോയപ്പോൾ 2 പ്രാവശ്യമായിട്ട് വെട്ടിയിട്ട് അതങ്ങ് പോയി. എനിക്കത് ഭയങ്കര സങ്കടം. പിന്നെ ഞാൻ എത്ര നോക്കിയിട്ട് എനിക്കത് വളരുന്നില്ലായിരുന്നു. എന്താ പിന്നെ തൊട്ടടുത്ത് തന്നെ നമ്മൾ റംബൂട്ടാനുണ്ട്. ഇതിപ്പോൾ കായ്ച്ച് കഴിഞ്ഞതാണ്. ഇതിപ്പോൾ 2-3 വർഷമായിട്ടേ ഉള്ളൂ വെച്ചിട്ട്. അതുകൊണ്ട് അങ്ങനെ ചെറുതായിട്ട് നന്നായി കഴിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ബാക്കിൽ വലിയൊരു റംബൂട്ടാനുണ്ട്, നിറയെ കായ്ക്കണ റംബൂട്ടാൻ. അത് ഞാൻ കാണിക്കാട്ടോ. ബാക്കിൽ അത് മാത്രമല്ല ഒരുപാട് വേറെ മരങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോ ലെങ്ത്ത് കൂട്ടിയതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുമല്ലോ അല്ലേ.